എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ബുധനാഴ്ച ആണ്. ഇന്ത്യയിൽ ബുധനാഴ്ച സന്ധ്യയായി. ബുധനാഴ്ച സഭ മാതാവിന്റെ ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ആഴ്ചയുടെ മധ്യത്തിലെ ദിവസമാണ് ബുധൻ. 7 ദിവസങ്ങളിലെ 4ാമത്തെ ദിവസം അല്ലെങ്കിൽ മധ്യത്തിലുള്ള ദിവസമായ ബുധൻ മാതാവിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ദിവസം നോയമ്പ് ദിവസമാണ്. അതുപോലെ 7 യാമപ്രാർത്ഥനകൾ ഉണ്ട്. അതില് മധ്യാഹ്നത്തിന്റെ പ്രാർത്ഥന പ്രത്യേകമായി മാതാവിനെ സ്മരിക്കുന്ന പ്രാർത്ഥനയാണ്. മാതാവിന്റെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന നമുക്ക് വായിക്കാം. ദൈവമാതാവേ, നിന്റെ വചനം പോലെ സകല തലമുറകളും നിനക്ക് ഭാഗ്യം തരുന്നു. എന്തുകൊണ്ടെന്നാൽ മേലുള്ള അത്യുന്നതങ്ങളിൽ നിത്യമായി വസിക്കുന്നവൻ നിന്റെ ഉദരത്തിൽ വസിച്ചു. ഹസ്കിയേൽ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയെ നിന്റെ ഭംഗിയോട് ഉപമിക്കാവുന്നതാണ്. അതിന്റെ സാദൃശ്യത്തിൽ നീ അവനെ വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈറെ മാലാഖമാരുടെ വൃന്ദം ശുശ്രൂഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ നീ പ്രസവിച്ചു. നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, അവരുടെ മരിയോളജിയെ സംബന്ധിച്ച്, ക്രിസ്തുദൈവശാസ്ത്രത്തെ സംബന്ധിച്ച് ഞാൻ നടത്തിയ ഒരു ചെറിയ പരാമർശം ചെറുതല്ലാത്ത തോതിൽ ചലനങ്ങളെ ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴിവെക്കട്ടെ. എനിക്ക് ചില ആളുകൾ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നു. കത്തോലിക്ക സഭയെക്കുറിച്ചോ അതിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചോ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ആമുഖത്തോടെയാണ് ആ ക്ലിപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ക്ലിപ്പ് അയച്ചത്? അപ്പൊ ആവശ്യമുണ്ട്, പക്ഷേ വെളിച്ചത്ത് വെച്ച് പരിശോധിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ വിസമ്മതിക്കുന്നു. ഇത് 3-ാം സഹസ്രാബ്ദമാണ്. നമ്മൾ സുതാര്യമായ ദൈവശാസ്ത്രം വിശ്വസിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ശുദ്ധവായു ലഭിക്കാനുള്ള അവകാശം, ശുദ്ധവെള്ളം ലഭിക്കാനുള്ള അവകാശം, ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങളെ താത്വികമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായി ലോകത്ത് ഭൂരിപക്ഷം ആളുകൾക്കും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശുദ്ധവായു ലഭിക്കാൻ ഡൽഹി പോലെയുള്ള പട്ടണങ്ങളിൽ വസിക്കുന്നവർക്ക് ഈ കൊറോണ പോലെ ഒരു മഹാവ്യാധി വരേണ്ടി വന്നു. അപ്പൊ അതുപോലെ ക്രൈസ്തവർ എന്ന് പേർ വിളിക്കപ്പെടുന്ന ഓരോ വിശ്വാസികൾക്കും, ചുരുങ്ങിയ പക്ഷം മലങ്കരയിലെ വിശ്വാസികൾക്ക്, സത്യവിശ്വാസത്തിന്റെ തെളിനീരും ശുദ്ധവായുവും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഗ്ലോറിയസ് ഗോസ്പൽ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗാനിസമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. ഇവിടെ മെമ്പർഷിപ്പ് ആർക്കും കൊടുക്കുന്നില്ല, വരിസംഖ്യ പിരിക്കുന്നില്ല. ഇത് ഓർഗാനിസമാണ് എന്ന് പറഞ്ഞാൽ ഇത് ജൈവികമായി, സ്പോണ്ടേനിയസ് ആയി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോറിയസ് ഗോസ്പലിലേക്ക്, ഈ ഗ്ലോറിയസ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്ന ആളുകൾ അതിൽ സ്വമേധയാ അതിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ ആരും ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നില്ല. ഇറ്റ്സ് ആൻ ഓർഗാനിസം, ഇറ്റ്സ് എ ലിവിങ് ഓർഗാനിസം. അപ്പോൾ ദൈവമാതാവായ മഹാഭാഗ്യവതിയായ നിത്യകന്യകയായ പരിശുദ്ധ മറിയം ആരാണ്, എന്താണ് എന്നുള്ളതും ചർച്ചയ്ക്ക് വിഷയീഭവിക്കും. കാരണം മലങ്കരയിലെ ക്രൈസ്തവർക്ക് സത്യവിശ്വാസത്തിന്റെ തെളിനീരും ശുദ്ധവായുവും
എത്തിച്ചു നൽകുവാൻ പ്രതിജ്ഞാബദ്ധരാണ് ഗ്ലോറിയസ് ഗോസ്പലിൽ സ്വാധീനിക്കപ്പെട്ട ഓരോ വ്യക്തികളും. അവരത് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് മറ്റു യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോ മറ്റു ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. സത്യവിശ്വാസം പറയുക. നിങ്ങൾക്ക് കൗണ്ടർ ഉണ്ടെങ്കിൽ, എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തെറ്റുപറ്റാവരമുള്ളവരാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞത് റോമൻ മാർപ്പാപ്പ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് തെറ്റിക്കൂടാവരമുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സുകാര് റോമൻ കത്തോലിക്കരുമായിട്ട് ബൈ ബൈ സലാം എന്ന് പറഞ്ഞ് പോകാനുള്ള കാരണം അതാണ്. റോമൻ മാർപ്പാപ്പ റോമിലെ കസേരയിൽ ഇരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു തെറ്റും വരിക എന്ന് പറഞ്ഞു. അതിനെയാണ് പോപ്പിന്റെ അപ്രമാദിത്വം എന്ന് പറഞ്ഞത്. ഇൻഫാലിബിലിറ്റി ഓഫ് റോമൻ പോപ്പ്. അത് മുൻ മാർപ്പാപ്പയായിരുന്ന പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമില്ല, മാർപ്പാപ്പയും മനുഷ്യനാണ്. നോക്ക്, ആ ജ്ഞാനമുള്ള മനുഷ്യൻ പോളണ്ടിൽ നിന്ന് വരേണ്ടി വന്നു, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുവാൻ. പക്ഷെ നിങ്ങൾ ഓർത്തഡോക്സ് തിയോളജിയിലേക്ക് നോക്കുക. ഓർത്തഡോക്സിയിൽ ഒരിക്കലും ഒരു മനുഷ്യൻ തെറ്റിക്കൂടാവരമുള്ളവനാണെന്ന് പറയുന്നില്ല. പരിശുദ്ധ റൂഹ ഇന്നും സഭയെ വഴി നടത്തുന്നു. പിതാക്കന്മാരുടെ കൗൺസിലിലൂടെ, അവർ ചർച്ചകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സത്യത്തെ കണ്ടെത്തുന്നു, സത്യത്തിന്റെ വഴിയിൽ നടക്കുന്നു. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധ റൂഹ ഇന്നും സഭയിലുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ റൂഹായിൽ ആശ്രയിച്ച്, അതാണ് ഓർത്തഡോക്സ് വീക്ഷണം. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോൾ അത് തിരുത്തി പറഞ്ഞു. അപ്പൊ അങ്ങനെ തെറ്റുകളെ തിരുത്തുന്ന വളരെ നല്ല സമീപനമാണ് കത്തോലിക്ക സഭ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കത്തോലിക്ക സഭയുടെ നയങ്ങൾ, സമീപനങ്ങൾ എല്ലാം മാറിയിട്ടുണ്ട് വളരെ രീതി. നമ്മളിവിടെ പറയുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് തിയോളജിക്കൽ കാര്യങ്ങളാണ്. അത് ഞാൻ പിന്നെയും കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ നിലയ്ക്ക് അതിനെ വിലയിരുത്തരുത്. ഇന്നത്തെ സ്ഥിതിയിൽ ഈ കത്തോലിക്ക സഭയും ഈ ഓർത്തഡോക്സ് സഭകളും ഒക്കെ ആയിട്ട് വളരെ സൗമനസ്യത്തിലും സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും സഹകരണത്തിലും ഐക്യത്തിന്റെയും ഒരുമയുടെയും വീഥികളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ പറയുന്നത് തിയോളജിയും ഹിസ്റ്ററിയും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ കേട്ടിട്ട് മാത്രമേ വിലയിരുത്താവുള്ളൂ. നിങ്ങൾക്ക് തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് അല്ല ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, നമുക്ക് ഒരുമിച്ച് ചർച്ചയാകാം. നിങ്ങൾക്ക് പരസ്യമായി ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ല പ്രൈവറ്റ് ആയിട്ട് സൂമിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പൽ ദർബാറിലുണ്ട്. അവിടെ 24 hours ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അവിടെ വരാം, ചർച്ച ചെയ്യാം. അതാണ് അതിന്റെ രീതി. ഇവിടെ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചത്. അപ്പൊ അവിടെ പറയുകയാണ്, അസ്കിയൽ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയെ നിന്റെ ഭംഗിയോട് ഉപമിക്കാവുന്നതാണ്. അതിന്റെ സാദൃശ്യത്തിൽ നീ അവനെ വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇറേ മാലാഖമാരുടെ വൃന്ദം അവൻ ശുശ്രൂഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ നീ പ്രസവിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസ പ്രമാണം കൂടാതെ തന്നെ സീക്വൻസ് ഓഫ് ക്രീഡൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് സുറിയാനി സഭ. കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിയിൽ നിന്ന് ക്നാനായ വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്തിൽ പോയി കഴിഞ്ഞ 32 വർഷമായി പെന്തക്കോസ്തിലായിരിക്കുന്ന ഒരു ആളെന്നെ വിളിച്ചു. അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടു, അദ്ദേഹത്തിന് അതിൽ ആകൃഷ്ടനായി. അദ്ദേഹം ധാരാളം പ്രസംഗങ്ങൾ കേട്ടു, ക്ലാസ്സുകളെ സെമിനാറുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. 32 വർഷം മുമ്പ് താൻ ചെയ്ത ഒരു വിഡ്ഢിത്തം താൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓൺലൈനിൽ ഒരു വിശുദ്ധ കുർബാന കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ വിശുദ്ധ കുർബാന കാണുക, സിൽവാനിയോസ് തിരുമേനിയുടെ കുർബാന കാണുകയായിരുന്നു. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ബുക്കും പേനയും എടുത്തു വെച്ച് ആ കുർബാനയിൽ എത്ര പ്രാവശ്യം തൃത്വസ്തുതി ഉണ്ട്. കാരണം അദ്ദേഹം പെന്തക്കോസ്തിലാണ് പോകുന്നത്. ഇപ്പൊ തൃത്വസ്തുതി ഇല്ല പെന്തക്കോസ്തിൽ. ഏതോ ഒരു യേശുവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പരിശുദ്ധനായ പൗലൂസ്ലീഹ സാക്ഷ്യം നൽകും. പൗലൂസ്ലീഹ പറഞ്ഞു മറ്റൊരു യേശു. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. there is another ജീസസ്, മറ്റൊരു യേശു, there is another സ്പിരിറ്റ്,
മറ്റൊരു ആത്മാവ്, അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. കൊരിന്ത്യർ ലേഖനം 11 അധ്യായം നിങ്ങൾ എടുത്താൽ അവിടെ പൗലോസ് ശ്ലീഹ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അനദർ ഗോസ്പൽ, അനദർ ജീസസ്, അനദർ സ്പിരിറ്റ്. അപ്പൊ പെന്തക്കോസ്തുകാരുടെ യേശു എന്ന് പറഞ്ഞാൽ അനദർ ജീസസ് ആണ്. അതുവരെ ക്രിസ്തീയ ലോകത്തിന് പരിചയമില്ലാത്ത പുതിയ യേശുവിനെ അവതരിപ്പിച്ചു. ആ യേശുവിനെ സ്തുതിച്ച് 32 വർഷം കഴിഞ്ഞ ഇദ്ദേഹം പരിശുദ്ധ കുർബാന ഓൺലൈനിൽ കണ്ടപ്പോ അദ്ദേഹം ഒരു ബുക്ക് എടുത്തു വെച്ച് കുറിച്ചു, എത്ര പ്രാവശ്യമാണ് ത്രിത്വത്തെ സ്തുതിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാഷക്കറിയാമോ എത്ര പ്രാവശ്യമാണ് ത്രിത്വത്തെ സ്തുതിക്കുന്നത്? ഞാനൊരു ബുക്ക് എടുത്തു, 80 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്നു ആ കുർബാനയ്ക്ക്. ഞാൻ ആ കുർബാനയിൽ 30 പ്രാവശ്യം ത്രിത്വത്തെ സ്തുതിക്കുന്നത് രേഖപ്പെടുത്തി. കൃത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി എനിക്ക് മനസ്സിലാകാതെ ത്രിത്വസ്തുതി വന്നോന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം എഴുതി വെച്ച് അടയാളപ്പെടുത്തിയത് 30 പ്രാവശ്യം. അപ്പൊ 80 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു കുദാശിയിൽ 30 ത്രിത്വസ്തുതി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എത്ര വലിയ വിഡ്ഢിത്തമാണ് ഞാൻ കാണിച്ചത്, സത്യദൈവത്തെ ഇതുപോലെ ആരാധിക്കുന്ന ഇത് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. വളരെ ദുഃഖത്തോടെ, അനുതാപത്തോടെ, മനസ്താപത്തോടെ എന്നോട് പറഞ്ഞു. ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സഭയുടെ പ്രാർത്ഥനകളുടെ പ്രാധാന്യം, സുറിയാനി പിതാക്കന്മാർക്ക് ലഭിച്ച ദർശനം, ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഓരോ അപ്പൊ ഈ പ്രാർത്ഥനകള് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീക്വൻസ് ഓഫ് ക്രീഡൽ സ്റ്റേറ്റ്മെന്റ്സ്, കൺഫെഷൻസ്, ഏറ്റുപറച്ചിലുകള്, വിശ്വാസ പ്രഖ്യാപനങ്ങള്. വിശ്വാസ പ്രമാണം മാത്രമല്ല, ഇതിപ്പം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് പറയുമ്പോൾ ഒരു വിശ്വാസ പ്രമാണം പറയാണ്. അസ്കിയേൽ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയെ നിന്റെ ഭംഗിയോട് ഉപമിക്കാവുന്നതാണ്. അതിന്റെ സാദൃശ്യത്തിൽ നീ അവനെ വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈറേമാലാഖന്മാരുടെ വൃന്ദം ശുശ്രൂഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ നീ പ്രസവിച്ചു. ഈ പ്രാർത്ഥനയില് എന്ത് ചെയ്യാണ്? പരിശുദ്ധ അമ്മയോട് ടോക്ക് ചെയ്യുകയാണ്, പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഈറേമാലാഖന്മാർ ശുശ്രൂഷിക്കുന്നവനെ നീ പ്രസവിച്ചു. ഞങ്ങളത് വിശ്വസിക്കുന്നു. അപ്പോ ഈ കുരുട്ടുബുദ്ധിക്കാരുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാനൊരു പാസ്റ്ററുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഇവന്മാര് ചോദിക്കുന്ന, എനിക്ക് വന്ന ചോദ്യങ്ങൾ കേട്ടോ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പൊ അതിൽ ഒരു ചോദ്യമാണ് ഈ പരിശുദ്ധ മറിയം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, പുള്ളിക്കാരത്തേക്ക് മലയാളം അറിയാം. ഒരുത്തൻ ചോദിച്ച കഴിഞ്ഞ ദിവസം വോയിസ് ക്ലിപ്പായിട്ട് വരുന്ന പുള്ളിക്കാരത്തി എന്നൊക്കെ പറഞ്ഞത്, പുള്ളിക്കാരത്തിക്ക് മലയാളം അറിയാൻ. നമ്മൾ ഈ മലയാളത്തിൽ കടന്ന് അലറി നല്ല കാര്യം. നിങ്ങളൊന്ന് ഓർത്ത്. അപ്പം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, സകല ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവർ ഒരുമിച്ച് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട്. അതിനകത്ത് ഈ കുമ്പനാട്ടിൽ നിന്നുള്ള പെന്തക്കോസുകാരും കോട്ടയത്തിൽ നിന്നുള്ള സ്വർഗീയ വിരുന്നുകാരും ഒക്കെ ചെന്ന് കഴിയുമ്പം ഇവന്തോ ചെയ്യും ഇവർ, കാരണം സകല ഭാഷക്കാരും അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇനി വല്ല വഴിതെറ്റി പോവോ കൈവിട്ടു പോവോ ഒക്കെ ചെയ്താൽ ഇവന്മാര് കുറെ ചാക്കുനൂലുമായിട്ട് പോവായിരിക്കും. എല്ലാവരും അവിടെ അരയിലോട്ട് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി, കാരണം കൈവിട്ടു പോകരുത്. ഇവരെ സംബന്ധിച്ച് സോയാ ലൈഫിനെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് ദൈവിക ജീവൻ എന്താണ്, മാനുഷിക ജീവൻ എന്താണ്? അപ്പൊ മാനുഷിക ജീവനിലാണ് കൺഫ്യൂഷൻ, ഡിവിഷൻ, ഡിഫറൻസ്. അപ്പൊ നമുക്കിവിടെയാണ് ഈ കൺഫ്യൂഷനുള്ളൂ. അപ്പൊ ഈ കൺഫ്യൂഷനുള്ള, കലക്കമുള്ള, ഡിഫറൻസ്, ഡിവിഷൻസ്, ഇതെല്ലാമുള്ള ഈ ലോകത്തു നിന്ന് നമ്മൾ ദൈവിക ജീവനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ആ ദൈവിക ജീവനിൽ മാനുഷിക ഭാഷകളുടെ പരിമിതി ഇല്ല. മാനുഷിക ഭാഷകൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളതാണ്. നമ്മൾ ആ മാനുഷിക ഭാഷകളിൽ സംസാരിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കും എന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷകളെ അവർ കേൾക്കുന്നുണ്ട്, അവർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ക്രീഡൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മളിവിടെ വായിച്ചത് ഹസ്കിയേൽ കണ്ട ക്രൂപരഥം നിന്നെ വെളിപ്പെടുത്തുന്നു.
അസ്കിയേൽ കണ്ട ക്രൂപരഥം നിന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കതിനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പാട് എന്താണ്? ഇതുപോലൊരു വിശ്വാസ പ്രഖ്യാപനം, ഇതുപോലൊരു വിശ്വാസം പെന്തക്കോസ്തിലുണ്ടോ? ഇതുപോലൊരു വിശ്വാസം ഏതെങ്കിലും പാസ്റ്ററോ ഏതെങ്കിലും പ്രസംഗകനോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യാജ മതത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. കാരണം ഇതൊരു ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ശക്തൻ താങ്ങി ക്രൂപരഥയെ സംസ്ഥിതി ചെയ്തിടുന്നോനെ ഏന്തിയ മാതാവൽ. അപ്പൊ ക്രൂപന്മാരുടെ രഥത്തിൽ വഹിക്കപ്പെടുന്നവനെ കൈകളിൽ വഹിച്ചു. സാജൻ പഠിക്കൽ 41 പ്രാവശ്യം സീറോ മലബാർ കുർബാനയിൽ പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്നുണ്ട്. ഇതൊരു പെന്തക്കോസ്തിൽ 31 വർഷം നിന്നയാള് കഴിഞ്ഞ ദിവസം 31 വർഷത്തിന് ശേഷം കുർബാന കണ്ട് അയാളെ എഴുതിയെടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ അഭിപ്രായമാണ്. അപ്പൊ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു. നീ കെരൂബിന്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. ഇത് ഈ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പുത്രൻ തമ്പുരാൻ എഴുന്നള്ളി വരുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. കെരൂബുകളിൽ ചിറകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു. ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെയായിരുന്നു. അവയുടെ കാഴ്ചയോ 4നും ഒരു ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടെ മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ. അവയ്ക്ക് 4 ഭാഗത്തേക്ക് പോകാം. തിരിയുവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിന്റെ പിന്നാലെ അവ പോകുമ്പോൾ തിരിയുകയുമില്ല. അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും 4നുമുള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും
4 മുഖമുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖവും, രണ്ടാമത്തേത് മാനുഷ്യമുഖവും, മൂന്നാമത്തേത് സിംഹമുഖവും, നാലാമത്തേത് കഴുകുമുഖവുമായിരുന്നു. കെരൂബുകൾ മേലോട്ട് പൊങ്ങി. ഇതാ, ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് കണ്ട ജീവിതൻ. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി പുറപ്പെട്ട് കെരൂബുകളുടെ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി താൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. ഇത് ഞാൻ കെബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകളാണ് എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. ഇതാണ് കെരൂബുകളുടെ രഥം, ക്രൂപരഥം എന്ന് നമ്മൾ പാട്ടിൽ കേൾക്കുന്ന കാര്യം ഇതാണ്. ഈ ക്രൂപരഥത്തിൽ എഴുന്നള്ളിയ പുത്രൻ തമ്പുരാനെ കൈകളിൽ വഹിച്ചു. ഈറേന്മാർ ആരാധിച്ചവനെ പരിശുദ്ധ മറിയം പ്രസവിച്ചു. ഇതാണ് ആ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഈ പാടുന്നത്. അതുകൊണ്ട് ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പാടുന്നത്? അല്ല, അമ്മേ വല്ലതും തരണേ, അമ്മേ വല്ലതും തരണേ, അങ്ങനത്തെ പ്രാർത്ഥനയും പാട്ടും അല്ല. നിങ്ങൾ നോക്ക്, ഇതെന്താ പാട്ട്? ആ ശക്തനായ ക്രൂപരഥത്തിൽ എഴുന്നള്ളി വന്നവനെ പരിശുദ്ധ അമ്മ കൈകളിൽ. അപ്പൊ ആ ക്രൂപരഥത്തോട് പരിശുദ്ധ മറിയത്തെ താരതമ്യപ്പെടുത്തുകയാണ് ഈ പ്രാർത്ഥനയിൽ. അതാണ് അസ്കിയേൽ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയെ നിന്റെ ഭംഗിയോട് ഉപമിക്കാവുന്നതാണ്. അതിന്റെ സാദൃശ്യത്തിൽ നീ അവനെ വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈറേ മാലാഖമാരുടെ വൃന്ദം ശുശ്രൂഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ നീ പ്രസവിച്ചു. അപ്പം ഈറേം ഹസ്കിയേൽ കണ്ട ഭയങ്കര രഥത്തിന്റെ ഭംഗി, നിങ്ങൾ ആ ഭംഗി വിവരിച്ചു കണ്ട. പുഷ്യരാഗം, അകത്തൂടെ കറങ്ങുന്ന ചക്രങ്ങൾ, അതിന്റെ ആ ഭംഗി വിവരിച്ചിരിക്കുകയാണ്. ആ ഭംഗിയോട് പരിശുദ്ധ അമ്മയുടെ ഭംഗിയെ ഉപമിക്കാവുന്നതാണ്. ഇതേ കാര്യമാണ് 45-ാം സങ്കീർത്തനത്തിൽ നിന്റെ വലത്തുഭാഗത്ത് രാജഭാമിനിയുണ്ട്. അവിടെ അതാണ് വർണ്ണിക്കുന്നത്. 45-ാം സങ്കീർത്തനത്തിൽ വർണ്ണിക്കുന്ന ആരെയാണ്? പരിശുദ്ധ അമ്മയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അവിടെ പറയാണ്, അല്ലയോ കുമാരി കേൾക്കാൻ നോക്കുക, ചെവിച്ചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പൊ അവിടെ പറയാണ്, നിന്റെ വലത്തുഭാഗത്ത് രാജകുമാരി നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഈ രാജമാതാവിനുള്ള സല്യൂട്ടേഷൻ മാലാഖ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പൊ രാജഭാമിനിയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ ഒരാളുണ്ട്. ഇപ്പൊ രാജഭാമിനി, രാജകുമാരികളും, രാജകുമാരിമാർ എത്ര വേണേലും ആകാം. പക്ഷേ രാജമാതാവ് ഒന്നേ ഉള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. രാജമാതാവ് ഒന്ന് മാത്രമേ വരത്തൂ. അപ്പൊ നമ്മുടെ ആ തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ രാജാവിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ ഒറ്റയാളെ വരത്തുള്ളൂ. അത് വേറെ നമുക്ക് വെച്ചു മാറാൻ പറ്റത്തില്ല, വേറൊരാൾക്ക് സാധിക്കത്തില്ല. നമുക്ക് എത്ര വേണമെങ്കിലും അവന്റെ ഒരു രാജാവിന്റെ പത്നിമാരുണ്ടാകും. ഉദാഹരണത്തിന് അഹസ്വരസ് രാജാവിന് വസ്തി രാജ്ഞി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എസ്തർ അവിടെ രാജ്ഞിയായി. വേറൊരു സ്ത്രീക്ക് വേണമെങ്കിൽ വീണ്ടും ആകാം. എത്രയോ സ്ത്രീകളുണ്ട്. ശലോമോന്റെ ഹാരത്തിൽ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. കണ്ടോ? നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്.
നിന്റെ വലത്തുഭാഗത്തോ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കും. ഒറ്റയാള് വലത്തുഭാഗത്ത് നിൽക്കും, ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കും. അപ്പോ 45-ാം സങ്കീർത്തനത്തിൽ വലതുഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു എന്ന് വാഴ്ത്തുന്ന ആ രാജ്ഞി ഇവിടെ യഹസ്കേൽ പ്രവാചകൻ കാണുന്ന ദർശനത്തിൽ പുഷ്യരാഗത്താൽ അലങ്കൃതമായിരിക്കുന്ന ക്രൂപരഥമാണ്. ഇവിടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പറയുകയാണ്, ആ ക്രൂപരഥത്തിന്റെ സൗന്ദര്യത്തോട് ഒക്കുന്നു. ആ ക്രൂപരഥത്തിന്റെ സൗന്ദര്യത്തോട് ഒക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനകളിലേക്ക് നിങ്ങളെ ശ്രദ്ധിച്ച. വാഴ്ത്തപ്പെട്ടവളെ, നിന്റെ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പുതുജീവൻ വഹിക്കുന്ന കപ്പലേ, നിനക്ക് സമാധാനം. രാജാവ് ഇറങ്ങി വസിച്ച കൊട്ടാരമേ, നിനക്ക് സമാധാനം. നീതീകരണത്തിന്റെ ദണ്ഡ്, അതിലുള്ള പൂന്തോട്ടമേ, നിനക്ക് സമാധാനം. രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മന്ദിരമേ, നിനക്ക് സമാധാനം. ശോഭിതയും സൗന്ദര്യപൂർണയുമായ ബാലികയെ, നിനക്ക് മംഗളം. കഴുകനെ വളർത്തിയ മാടപ്രാവേ, നിനക്ക് സമാധാനം. കന്യകയും വിവാഹ സംസർഗമില്ലാത്തവളുമായ മണവാട്ടി, നിനക്ക് മംഗളം. സർവ്വലോകത്തിന്റെയും ആശ്വാസവും തുറമുഖവുമേ, നിനക്ക് സമാധാനം. ദൈവപുത്ര, നിന്നെ 9 മാസം വഹിച്ചവളുടെ ഇവിടെ ഈ പറയുന്നത് ശോഭിതയും സൗന്ദര്യപൂർണയുമായ ബാലികയെ, നിനക്ക് മംഗളം. കഴുകനെ വളർത്തിയ മാടപ്രാവേ, നിനക്ക് സമാധാനം. കഴുകൻ എന്ന് പറഞ്ഞാൽ ദൈവീകതയെ കാണിക്കുന്നതാണ്, ദൈവത്വം. അതുകൊണ്ടാണ് കഴുകനെ വളർത്തിയ മാടപ്രാവേ എന്ന് അവിടെ വായിച്ചിരിക്കുന്നത്. മറ്റൊരു എക്ബോ ഞാൻ വായിക്കാം. അവിടെ ദാവീദിന്റെ പുത്രി, നിന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വാഗ്ദാനത്തിന്റെ പെട്ടകത്താൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. പ്രവചനം നിന്റെ ഭംഗിയുള്ള സ്വരൂപം വരച്ചു കാണിക്കുകയും വിവേകികൾക്കായി ലിഖിതത്തിൽ അവ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഉറകെട്ടതിനെ ഉറകൂട്ടുന്ന ഉപ്പായിരിക്കുന്ന നിന്റെ പുത്രനെ ഉൾക്കൊള്ളുന്ന പുതിയ കുടത്തോട് നിന്നെ ദീർഘദർശിമാർ ഉപമിച്ചിരിക്കുന്നു. നശിച്ചുപോയ ലോകം മുഴുവൻ അവനാൽ ജീവിക്കുന്നു. മുഴുവൻ ആ തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ ദർശനത്തോടു കൂടിയാണ് ഈ പ്രാർത്ഥനകളെ ചമച്ചിരിക്കുന്നത്. അവിടെ നിത്യ പ്രാർത്ഥനയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഈ നമ്മുടെ ഫ്രുമിയോൺ സെതറായോ അല്ലെങ്കിൽ തക്സായിൽ നിന്നൊന്നുമല്ല വായിക്കുന്നത്, നിത്യപ്രാർത്ഥനയിൽ നിന്ന്. പുരുഷ സംബന്ധം കൂടാതെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ദൈവത്തിന് മാതാവായി തീർന്ന വാഴ്ത്തപ്പെട്ടവളെ, മരിച്ചവർക്ക് ആശ്വാസവും ജീവിച്ചിരിക്കുന്നവർക്ക് ശരണവും ഉണ്ടാകുവാനായി നിന്റെ ഓർമ്മയുടെ ഈ ദിവസത്തിൽ കരുണയ്ക്കായി നീ പ്രാർത്ഥിക്കണമേ. മറിയം മശിഹായെ അവളുടെ കരങ്ങളിൽ വഹിച്ചു. സകലത്തെയും പോറ്റുന്നവനെ അവൾ വെടിപ്പുള്ള പാൽ കുടിപ്പിച്ചു. തന്റെ ദൈവത്വത്തെ ഞങ്ങളുടെ മനുഷ്യത്വത്തോട് യോജിപ്പിച്ചവനെ അവൾ കീർത്തിശീലകൾ ചുറ്റി പുൽക്കൂട്ടിൽ കിടത്തി. ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ്, അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ദൈവശാസ്ത്രത്തിലുള്ളത്. ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാപ്പൻഡ് ഇൻ മേരി. ഇനി ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിലോട്ട് വരികയാണ്. നിങ്ങളിൽ പെന്റക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ട, ഞാൻ വീണ്ടും ലേറ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാണ്, ഞാൻ 25 വർഷത്തിലധികം പെന്റക്കോസ്റ്റലായിരുന്നു. എന്നാൽ അവിടുത്തെ ഈ അബദ്ധമാണ് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ഇനി പെന്റക്കോസ്റ്റിൽ ഇപ്പൊ നിൽക്കുന്ന ആളുകൾ ഇനിയിപ്പം പറയോ അത് സാരമില്ല, നമുക്ക് ദൈവശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെയാ പറയുന്നത്. നമുക്ക് ഇത്രയും നാൾ അങ്ങനെയല്ല. ബൈബിളിലുണ്ടോ, വേദപുസ്തകം ഉണ്ടോ, ദൈവശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾക്ക് ഇപ്പൊ ദൈവശാസ്ത്രം ചർച്ച ചെയ്യണ്ട, അതൊന്നും സാരമില്ലെന്ന് പറയുന്നു. നമുക്കിങ്ങനെ ഒരു ക്ലബായിട്ട് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഗൗരവമായിട്ട് നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമായിട്ട് ഉറപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒന്ന് പറയുകയാണ്. സുറിയാനി സഭകളിൽ നിന്ന് പെന്റക്കോസ്റ്റിൽ പോയിട്ടുള്ളവർ, കുടുംബങ്ങൾ, വ്യക്തികൾ, യങ്സ്റ്റേഴ്സ്, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വീണ്ടും ചിന്തിക്കാനുള്ള സമയമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിശുദ്ധമായ ഒരു ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം താങ്കൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഏറെക്കുറെ അസാധ്യവുമാണ്. ഞാനത് അംഗീകരിക്കുന്നു. 2, നിങ്ങൾ അവിഹിതമായി അതിൽ നിന്ന്
പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. എന്നാൽ നിങ്ങൾ അവിശുദ്ധമായ ഒരു ബന്ധത്തിൽ അകപ്പെട്ടിട്ടുമില്ല, നിങ്ങൾ അവിഹിതമായി അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നുമില്ല എങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ എന്നെ കേട്ടേ മതിയാകും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സുറിയാനി സഭയിൽ നിന്ന് പെന്റക്കോസ്തിൽ പെട്ട്, അതായത് കുമ്പനാട്ടെ പെന്റക്കോസ്തോ കോട്ടയത്തെ സ്വർഗീയ വിരുന്നോ അങ്ങനെ എന്തെങ്കിലും ക്ലബിൽ പെട്ട് നിങ്ങൾ നിൽക്കുന്ന ആളാണെങ്കിൽ, ഒന്ന്, നിങ്ങൾ സുറിയാനി സഭയിൽ നിന്ന് പെന്റക്കോസ്തിൽ പെട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ, കുമ്പനാട്ടെ പെന്റക്കോസ്തോ കോട്ടയത്തെ സ്വർഗീയ വിരുന്നോ അങ്ങനെ ഏതെങ്കിലും ക്ലബിൽ അകപ്പെട്ട് നിൽക്കുന്ന ആളാണ്. നിങ്ങൾ അവിടെ നിന്ന് അവിഹിതമായി പണം സമ്പാദിക്കുന്നില്ല, നിങ്ങൾ അവിശുദ്ധമായ ഒരു ബന്ധത്തിൽ അകപ്പെട്ടിട്ടുമില്ല എങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട വ്യക്തി ഞാനാണ്, എന്നെ കേട്ടേ മതിയാവൂ. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഉപദേശം നിങ്ങൾ എന്തോ സത്യം എന്ന് കരുതി പോയത് വെറും വ്യാജമാണ്. സത്യ ഉപദേശം പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസമാണ്, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസമാണ് സത്യവിശ്വാസം. നിങ്ങൾക്ക് അതിലേത് കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ദയവായി എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ പേജ് ഫേസ്ബുക്കിലുണ്ട്, അവിടെ വന്ന് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിവാരണം വരുത്തി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർമാനെയോ നിങ്ങളുടെ കങ്കാണിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള സൂപ്രണ്ടിനെയോ, സൂപ്രണ്ട് എന്നൊന്നും ഞാൻ കളിയാക്കി വിളിക്കുന്നില്ല കേട്ടോ, പെന്റക്കോസ്റ്റ് സഭയിലെ തസ്തികയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വലിയ പാസ്റ്റർ പേര് സൂപ്രണ്ട് എന്നാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ തോട്ടത്തിലാണ് സൂപ്രണ്ട് ഉള്ളത്, തോട്ടം സൂപ്രണ്ട്. ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിന് സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ദൈവസഭയ്ക്കകത്ത് സൂപ്രണ്ട് ഉണ്ട്, പെന്തക്കോസ്റ്റിലേ നടക്കത്തുള്ളൂ. പിന്നെ ചർച്ച് ഓഫ് ഗോഡ് ആണ് ഓവർസിയർ ആണ്. എന്റെ ചെറുപ്പത്തിൽ ഓവർസിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ഓവർസിയർ ഉണ്ട്. ഞാൻ കളിയാക്കല്ല, ഓവർസിയറോ സൂപ്രണ്ടോ നിങ്ങൾക്ക് ഇനി എന്താണുള്ളത് വെച്ചാൽ അവരെ വേണേലും കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏത് ഹയസ്റ്റ് അതോറിറ്റിയും കൂട്ടിക്കൊണ്ടുവരാം, പേഴ്സണലായിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ നിൽക്കുന്നത് തെറ്റാണ്. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരുടെ വിശ്വാസം അതാണ് സത്യവിശ്വാസം. അപ്പൊ ആ കാര്യം നിങ്ങൾ ബോധ്യപ്പെടാനാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് 4 മുഖങ്ങളുള്ള കെരൂബുകൾ. അതാണ് 4 സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളെ അലക്സാണ്ട്രിയയിലെ അത്താനാസിസ് ബാവ തെരഞ്ഞെടുത്ത് വെച്ചത് ഈ 4 മുഖങ്ങളെ റെപ്രസെന്റ് ചെയ്താണ്. അതാണ് സുവിശേഷത്തിന്റെ ആകത്തുക. സുവിശേഷത്തിന്റെ ആകത്തുകയെ പ്രതിനിധാനം ചെയ്യുകയാണ് ഏത്? ഈ ക്രൂപരഥം. ആ ക്രൂപരഥം പരിശുദ്ധ മറിയത്തെ താരതമ്യപ്പെടുത്തിയാണ് പിതാക്കന്മാർ. അതിന് സുവിശേഷത്തിന്റെ സം ടോട്ടൽ, സുവിശേഷത്തിന്റെ ആ ടോട്ടാലിറ്റിയുടെ ഒരു റെപ്രസെന്റേഷനാണ് ഈ ക്രൂപരഥം. ആ ക്രൂപരഥത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ആ ക്രൂപരഥത്തിന്റെ സൗന്ദര്യത്തോടാണ് പരിശുദ്ധ മറിയത്തിന്റെ സൗന്ദര്യത്തെ പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര ധൈര്യത്തിലൊരു പ്രസ്താവന, അതായത് അസ്കിയേൽ കണ്ട ഭയങ്കര രഥം വിശുദ്ധ കന്യകയെ നിന്റെ ഭംഗിയോട് ഉപമിക്കാവുന്നതാണ്. അതിന്റെ സാദൃശ്യത്തിൽ നീ അവനെ വഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈറെ മാലാഖമാരുടെ വൃന്ദം ശുശ്രൂഷിക്കുന്നവനെ യഥാർത്ഥത്തിൽ നീ പ്രസവിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഈറെ മാലാഖമാർ ശുശ്രൂഷിക്കുന്നവനെയാണോ പരിശുദ്ധ മറിയം പ്രസവിച്ചത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. മശിഹായെ പ്രസവിച്ചപ്പോൾ മറിയം പറഞ്ഞു, എന്റെ മകനെ, നിന്നെ എന്ത് വിളിക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. നിന്നെ ഞാൻ ശിശു എന്ന് വിളിക്കുകയോ, എന്നാൽ നീ തലമുറകൾക്ക് മുമ്പനാകുന്നു. നിന്നെ ഞാൻ വൃദ്ധൻ എന്ന് വിളിക്കുകയോ, നീയോ പൈതലാകുന്നു. മേലിൽ നിന്ന് ഇറങ്ങി വന്ന എല്ലാ സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന പിതാവിൽ നിന്നുദിച്ച കതിര് എന്ന് നിന്നെ ഞാൻ വിളിക്കും. നിന്റെ ശോഭ അനുഗ്രഹീതവും നിന്റെ ജനനം സ്തുത്യവുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവ് ആരാധ്യനാകുന്നു. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന. മശിഹയെ പ്രസവിച്ചപ്പോൾ മറിയം പറഞ്ഞു, എന്റെ മകനെ, നിന്നെ എന്തു വിളിക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. നിന്നെ ഞാൻ എന്തു വിളിക്കും? കൺഫ്യൂഷൻ. മോനെ, കുട്ട, ചക്കരെ. ഇപ്പൊ ചില ആൾക്ക് ഇവിടെ പരാതിയാണ്, യേശു തമ്പുരാൻ പരിശുദ്ധ മറിയത്തെ അമ്മേ അമ്മേ ഇങ്ങനെ വിളിച്ചില്ലെന്നും.
അവര് തമ്മിൽ ധാരണയുണ്ട്. അതാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ കാണുന്നത്. കാരണം ഇതൊരു സാധാരണ ജനനമല്ല, ഇതൊരു സാധാരണ ബന്ധമല്ല. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന സ്വർഗീയവരന്റെ അധ്യക്ഷൻ എന്നൊക്കെ കേട്ടല്ലോ, അതുപോലെയല്ല കേട്ടോ, ഒക്കെ കോമഡിയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, കൃപ നിറഞ്ഞവളേ, നിനക്ക് സമാധാനം. അത്രമാത്രം വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് സ്വർഗം നിയോഗിച്ച് ഈ പുത്രൻ ജനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ബുധനാഴ്ചത്തെ സന്ധ്യപ്രാർത്ഥനയിലുള്ള നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, സുത്താറയിലെ പാട്ട്, പക്ഷമുയർത്തിടുവിൻ കർത്താവെ പക്ഷമുയർത്തിടുവിൻ, ആ പാട്ട് നമ്മൾ കേൾക്കും. സ്വർഗീയ ദൂതന്മാരെ ആ യേശു തമ്പുരാന്റെ ജനനത്തിങ്കൽ പരിശുദ്ധ അമ്മ കാണുകയാണ്. അപ്പൊ അത്രമാത്രം ദൂതന്മാരുടെ സംഘത്താൽ ആരാധിക്കപ്പെടുന്ന കാഴ്ച കണ്ടപ്പോഴാണ് ഇനി ബൈബിളിൽ നിന്ന് വാക്യം വേണമായിരിക്കും. അതായത് സഭയുടെ പാരമ്പര്യം പറയുന്നത്, പരിശുദ്ധ മറിയം യേശു തമ്പുരാനെ പ്രസവിച്ച സമയത്ത് സ്വർഗീയ ദൂതന്മാരുടെ വലിയ സംഘം ആ പുൽക്കൂടിന് ചുറ്റും ഇങ്ങനെ, അതായത് തുമ്പി പോലെ നിന്ന് ചെറിയ മിനിയേച്ചർ രൂപത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ പറന്നുകൊണ്ടിങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ചെറിയ ഡ്രോൺ ഉണ്ടല്ലോ, മൈക്രോ ഡ്രോൺ കണ്ടിട്ടില്ലേ, ആ ഡ്രോൺ ഇങ്ങനെ പറക്കുമ്പോൾ ഞാനതാ ഇങ്ങനെ ഓർക്കുന്നത്. അതുപോലെ ആ പുൽക്കൂടിന് ചുറ്റും ഇങ്ങനെ ദൂതന്മാർ പറന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മറിയം അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ അല്പം ഒന്ന് മാറൂ, ഞാൻ ആ ശിശുവിന് പാല് കൊടുക്കട്ടെ. അങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഭാവനയായിരിക്കും, ഇതെല്ലാം ചുമ്മാ ദുരുപദേശമായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ പറയും. പെന്തക്കോസ്തുകാർ അങ്ങനെ പറയുമോ, ചുമ്മാ ദുരുപദേശം. അതുകൊണ്ട് അവർക്കുള്ള ഒരു മനപ്രയാസം മാറാൻ വേണ്ടി ബൈബിളിൽ നിന്നൊരു വാക്യം, കാരണം സുറിയാനിക്കാരെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല, അവരുടെ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് അവർക്ക് വിശ്വാസമാണ്. ഇനി ഏതെങ്കിലും വഴിതെറ്റി പെന്തക്കോസ്തുകാർ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. എബ്രായ ലേഖനം 1-ാം അധ്യായം, എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പൊ പിതാവായ ദൈവം അരുളി ചെയ്യുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, ഓൺ ദാറ്റ് ക്രിസ്മസ് ഡേ, ആ ക്രിസ്മസ് ദിവസം ദൈവത്തിന്റെ എത്ര ദൂതന്മാരാണ് വന്ന് നമസ്കരിക്കേണ്ടത്? 1-2 അല്ല, സകല ദൂതന്മാരും. എന്ന് പറഞ്ഞാൽ ആ പുൽക്കൂട്ടിൽ യേശു തമ്പുരാനെ വെച്ചിട്ട് തൊട്ടടുത്ത് ധ്യാന നിമഗ്നയായിരിക്കുന്ന പരിശുദ്ധ മറിയം സ്വർഗത്തിലെ ദൂതന്മാരിൽ ഒന്നൊഴിയാതെ മുഴുവൻ ദൂതന്മാരെയും നേരിട്ട് കണ്ട് പരിചയപ്പെട്ടു. സ്വർഗത്തിൽ ഇത്രയും പരിചയമുള്ള വേറെ ആരുണ്ട്? 1-2 ദൂതന്മാരല്ല. പുൽക്കൂടിന് സമീപം പരിശുദ്ധ അമ്മ ഇരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ സകല ദൂതന്മാരും അവിടെ വന്ന് നമസ്കരിച്ചു. 1-2 പേരല്ല, സ്വർഗത്തിലെ സകല ദൂതന്മാരെയും നേരിട്ട് കണ്ടു പരിചയപ്പെട്ടു പരിശുദ്ധ അമ്മ. വാട്ട് എ പ്രിവിലേജ്! അതുകൊണ്ടാണ് അവിടെ പാടുന്നത്, കർത്താവേ പക്ഷമുയർത്തിടുവിൻ. ആ പാട്ട് നമ്മൾ അങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, നിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? നിന്നെ ഞാൻ മോനെ എന്ന്, ശിശു എന്ന്, കുഞ്ഞെ എന്ന് വിളിച്ചാൽ നീ പുരാതനനാണ്, സകല തലമുറകൾക്കും മുമ്പേ ഉള്ളവനാണ്, അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ്. അപ്പൊ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് നിന്നെ കുഞ്ഞെ എന്ന് വിളിക്കുന്നത്? എന്നാൽ ഞാൻ നിന്നെ വൃദ്ധൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പച്ചാ എന്ന് വിളിക്കാൻ പറ്റുമോ? പ്രായമുണ്ട്, പക്ഷെ നീ ശിശുവായിട്ട് കിടക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നെ പിതാവിൽ നിന്ന് ഉദിച്ച കതിര് എന്ന് ഞാൻ നിന്നെ വിളിക്കും. അപ്പൊ യേശു തമ്പുരാനെ പരിശുദ്ധ അമ്മ കതിരേ എന്നാണ് വിളിച്ചത് നമുക്ക് മനസ്സിലാവും. ഇതെങ്ങനെയായിരിക്കും അറിഞ്ഞത്? കാരണം സുവിശേഷം യോഹന്നാനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധ അമ്മയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സഹവാസത്തിൽ യോഹന്നാൻ ശ്ലീഹായിക്കാണ് ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റും. കാരണം 14 വർഷം 4 മാസവും യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ പരിപാലിച്ച് കൂടെ കൊണ്ടു നടന്നു. എഫേസോസിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോഴും
പരിശുദ്ധ അമ്മ യോഹന്നാനോട് കൂടിയാണ് താമസിച്ചത്. അതിനുശേഷം അവർ കപ്പൽ യാത്ര ചെയ്യുന്നതും അവർ പല സ്ഥലങ്ങളിൽ പോകുന്നു. അവസാനം തന്റെ മരണത്തിന്റെ സമയമായപ്പോൾ താൻ ബെയ്ത്ലഹേമിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയുമായി ബെയ്ത്ലഹേമിലേക്ക് വന്നു. മരണത്തിന്റെ സമയത്ത്, ഈ മരണത്തിന്റെ സമയമാകുമ്പോൾ മനുഷ്യർക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വരും. മരണത്തിന്റെ സമയത്ത് പരിശുദ്ധ അമ്മ കാണാൻ ആഗ്രഹിച്ച സ്ഥലം ബെയ്ത്ലഹേമായിരുന്നു. എന്തോ ഓർമ്മകളായിരിക്കും അല്ലെ ആ മനസ്സിൽ കൂടെ ഇങ്ങനെ ഇരച്ചു പോയിട്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഭാവനയെ കണ്ടു നോക്ക്. മരണത്തിന്റെ സമയമാകുമ്പോ ബെയ്ത്ലഹേമിലേക്ക് വരുന്നേ ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഒരു 65 വർഷം മുമ്പ് ആ രാത്രിയിൽ സ്വർഗീയ ദൂതന്മാർ നിരനിരയായി വന്ന് പുത്രനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മ. വേറെ ഏത് സ്ഥലമാ ചൂസ് ചെയ്യുന്നത് മരിക്കാൻ? ബെയ്ത്ലഹേമാണ് ചൂസ് ചെയ്തത്. ബെയ്ത്ലഹേമിൽ വന്നു, ബെയ്ത്ലഹേമിൽ താൻ മരിച്ചു. തന്നെ തന്റെ പുത്രന്റെ കല്ലറയിൽ തന്നെ അടക്കി. ഇന്ന് ഈ ടൂറിസം പ്രൊമോഷന്റെ ഫലമായിട്ട് പരിശുദ്ധ മറിയത്തിന്റെ വേറെ കല്ലറയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുത്രൻ തമ്പുരാന്റെ കല്ലറയിൽ തന്നെയാണ് പരിശുദ്ധ മറിയത്തെ അടക്കി. ആ ശവസംസ്കാരത്തിന് എല്ലാ ശിഷ്യന്മാരും എത്തിയിരുന്നു. തോമാസ് ലീഹ ഒഴികെ എല്ലാ ശിഷ്യന്മാരും എത്തിയിരുന്നു. ഓരോ ശിഷ്യന്മാരും എവിടെ നിന്നാണ് വന്നത്? അന്ത്രയോസും ഫിലിപ്പോസും മത്തായിയും ഒക്കെ ഓരോ സ്ഥലത്തു നിന്ന് വന്നു. അവരൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്ന ഒരു ഗീതമുണ്ട് സുറിയാനി സഭയിൽ. വളരെ പുരാതനമായ ഒരു സുറിയാനി ഗീതമുണ്ട്. അതിനകത്ത് മത്തായി ശ്ലീഹ മരിച്ചു കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നാണ് ആ ശവസംസ്കാരത്തിൽ പങ്കെടുത്തത്. അതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത ദിവസം ആ പ്രാർത്ഥന ഇവിടെ വായിക്കാം. സഭയുടെ പാരമ്പര്യം, സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. ഇന്ത്യയിലായിരുന്ന തോമസ് ഇന്ത്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി ഈ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇന്ത്യയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. See
ഇതാണ് നമ്മൾ കേൾക്കുന്ന ഈ പാട്ട്. ഇന്ത്യയിൽ നിന്ന് തോമാസ് ലീഹ ആകാശമാർഗം യെരൂശലേമിലേക്ക് പോകുമ്പോൾ തോമാസ് ലീഹ കാണുന്ന കാഴ്ച പരിശുദ്ധ അമ്മയുടെ ശരീരവുമായിട്ട് സ്വർഗവാസികളുടെ വലിയ ഗണം സ്വർഗത്തിലേക്ക് കരേറി പോകുന്നു. പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ കണ്ടു വണങ്ങി തോമാസ് ലീഹ താൻ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാർക്ക് ഒരടയാളം കാണിക്കാൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉറുമാലും അരക്കെട്ടും തോമാസ് ലീഹായ്ക്ക് കൊടുത്തു. ഇതുമായിട്ട് തോമാസ് ലീഹ യെരൂശലേമിൽ ചെല്ലുന്നത്. അപ്പൊ ശിഷ്യന്മാരെ തോമാസ് ലീഹ കണ്ടു. അപ്പൊ തോമാസ് ലീഹ പറഞ്ഞു മറ്റു ശിഷ്യന്മാർ പറഞ്ഞു എഗെയിൻ യു ആർ ലേറ്റ്. കാരണം സ്ഥിരമായിട്ട് ലേറ്റ് ആകുന്ന ഒരാളാണ് ഈ തോമാസ് ലീഹായുടെ ഒരു പ്രത്യേകത. എവിടെയാണേലും പുള്ളി അങ്ങ് ലേറ്റ് ആകുക. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, കർത്താവ് പാപമോചന അധികാരം പരിശുദ്ധാത്മാവിനെ ഊതിക്കൊടുത്ത് നിങ്ങൾ പാപങ്ങളെ മോചിക്കുകയും എന്ന് പറഞ്ഞപ്പോൾ തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. വാസ് ലേറ്റ്. പലപ്പോഴും അദ്ദേഹം ലേറ്റ് ആകുമായിരുന്നു. ഇവിടെ ലേറ്റ് ആയി. അപ്പൊ അവരെല്ലാം പറഞ്ഞു എഗെയിൻ തോമാച്ചാൻ നിന്റെ സ്വഭാവം മാറിയില്ല, നീ ഇപ്പോൾ പിന്നെ ലേറ്റ് ആയോ? അപ്പൊ തോമാസ് ലീഹ പറഞ്ഞു ഇല്ലില്ല, ഞാൻ ആകാശത്തിൽ ഓയാറിൽ വെച്ച് കണ്ടു പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ ഇവര് പറഞ്ഞില്ല, ഞങ്ങളത് കല്ലറയിൽ അടക്കിയിരുന്നല്ലോ. അപ്പൊ തോമാസ് ലീഹ തന്റെ കയ്യിലിരുന്ന ഈ അടയാളം കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ ചെന്ന് ആ കല്ലറ തുറന്നു. ആ കല്ലറ തുറന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ ശരീരം ഇല്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ആദിമ സഭയുടെ, സുറിയാനി സഭയുടെ വിശ്വാസമാണ്. അത് അതിന്റെ പ്രാർത്ഥനകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സഭയുടെ പാരമ്പര്യമാണ്. അതാണ് ശൂനോയോ പെരുന്നാൾ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആണ് ശൂനോയോ എന്ന് പറയുന്നത്. കാരണം തന്റെ ശരീരം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അങ്ങനെയാണ് ശൂനോയോ എന്ന് പറയുന്നത്. കർത്താവിന്റെ മാതാവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ അല്ല ഇത്. സ്വർഗാരോഹണമല്ല. ആരോഹണം എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക എന്നുള്ളതാണ്. സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു മിശിഹ മാത്രമാണ്. അതാണ് സ്വർഗാരോഹണം. ആരോഹണം എന്ന് പറയുന്നത്. സ്വർഗാരോഹണം ചെയ്തത് യേശു കർത്താവ് മാത്രം. മാതാവ് സ്വർഗാരോഹണം ഒന്നും ചെയ്തിട്ടില്ല. മാതാവ് സ്വർഗത്തിലേക്ക്, മാതാവിന്റെ ശരീരം എടുക്കപ്പെട്ടു, തന്റെ ആത്മാവിനെ പുത്രൻ തമ്പുരാൻ സ്വീകരിച്ചു. അതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസം. അതുകൊണ്ടാണ് ശൂനോയോ എന്ന് പറയുന്നത്. സ്വർഗാരോഹണം ചെയ്തു നമ്മുടെ കർത്താവാണ്. അത് സുലോക്കോ ആണ്. സുലോക്കോ, നമ്മുടെ പെരുമ്പാവൂരുണ്ടല്ലോ ഒരു പള്ളി, സുലോക്കോ പള്ളി. സുലോക്കോ പള്ളി. ശൂനോയോ ആണ് മാതാവിൻ്റെത്. നമ്മുടെ കർത്താവിൻ്റെത് സുലോക്കോയാണ്. അതിനെ അസെൻഷൻ എന്നാണ് പറയുന്നത്. അസെൻഷൻ. മാതാവിന്റെ എടുത്തുപോയ അസംഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ചങ്ങനാശ്ശേരി ഉണ്ടല്ലോ അസംഷൻ കോളേജ് ഇല്ലേ, അസംഷൻ സ്കൂൾ. നമ്മുടെ കോട്ടയംകാര് ഓർത്തിരിക്കാൻ വേണ്ടി ആ കോളേജിന്റെ പേര് പത്രത്തിൽ കാണുമോ, അത് കോളേജിന്റെ ബോർഡ് കാണുകയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അസംഷൻ അത് മാതാവിനെ സംബന്ധിക്കുന്നതാണ്. അസംഷനാണ്. എന്നാൽ അസെൻഷൻ നമ്മുടെ സുനിൽ ഡോക്ടറൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ, നമ്മുടെ കോട്ടയത്തൊരു പള്ളിയില്ലേ CSI അസെൻഷൻ ചർച്ച്. അതാണ് കർത്താവിന്റെ. ആ വാക്കുകൾ പരിചയപ്പെടാൻ വേണ്ടി ശൂനോയോയും സുലോക്കോയും, അസെൻഷനും അസംഷനുമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. ഇത് ആദിമ കാലം മുതൽ സുറിയാനി സഭ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസമാണ്. ഇത് സഭയുടെ പാരമ്പര്യമാണ്. സഭയുടെ പാരമ്പര്യത്തിൽ ഇതുണ്ട്. തോമാസ് ലീഹ കൊണ്ടുവന്ന ആ മാതാവിന്റെ അരക്കെട്ട് നമ്മുടെ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് പിന്നീട് പള്ളിയിൽ കണ്ടെടുക്കുകയും അതിന്റെ ഒരു അംശം സുറിയാനി പള്ളികളിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് സുറിയാനി സഭയുടെ സ്വകാര്യമായ ഒരു നിക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു സ്വത്താണ്. സുറിയാനി സഭയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ ഇതൊക്കെ അംഗീകരിച്ചത് വളരെ വൈകി. 1950 കത്തോലിക്ക സഭ ഈ കാര്യമൊക്കെ കേട്ടറിഞ്ഞു വന്ന് അവരും മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസ സത്യമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു 1950. പക്ഷെ ഇത് സുറിയാനി സഭയുടെ പുരാതന വിശ്വാസമാണ്. ഈ ഇതിനോട് അനുബന്ധിച്ചുള്ള നോയമ്പാണ് ഈ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ സഭയുടെ ഉപദേശങ്ങൾ, പാരമ്പര്യങ്ങൾ ദൈവത്തെ പ്രസവിച്ച
മാതാവായ വാഴ്ത്തപ്പെട്ട മറിയാമിന് ഭാഗ്യം. അവളുടെ കരങ്ങളിൽ ദൈവകുഞ്ഞാടിനെ വഹിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. അവന്റെ പ്രഭയാലും ജ്വാലയുടെ ഉഗ്രതയാലും അവൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടായില്ല. അവന്റെ ശക്തി അവളെ താങ്ങി. ക്രൂപകൾ പൂട്ടപ്പെട്ടിരിക്കുന്ന രഥത്തിൽ വഹിക്കപ്പെടുന്നവനെ അവൾ സംവഹിച്ചു. പതിവില്ലാതെ ഫലം നൽകിയ വൃക്ഷം, പാറ, മത്സ്യം എന്നീ 3 രഹസ്യങ്ങളാൽ ഒരു പാഠം സഭ വേദവിപരീതികളെ പഠിപ്പിക്കുന്നു. വൃക്ഷം കുഞ്ഞാടിനെ നൽകി, പാറ വെള്ളത്തെ ഒഴുക്കി, മത്സ്യം എസ്തീറായി നൽകിയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട കന്യാപ്രസവത്തെ സംശയിക്കുന്നവർക്ക് ഇത് സാക്ഷ്യം നൽകി. ഇവരെ സഭ പരിഹാസത്തോടെ വീക്ഷിക്കും. വാഴ്ത്തപ്പെട്ടവളെ, നിന്റെ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ. മറിയാമിനെ പറ്റി ഞാൻ വിസ്മയിച്ചുകൊണ്ട് അത്ഭുതത്തോടെ പറയുന്നു, ഭൗമിക പുത്രി, നീ എന്തൊരു മഹിമാസ്ഥാനത്തേക്ക് കരയേറിയിരിക്കുന്നു. പുത്രൻ തമ്പുരാൻ അവളുടെ അടുക്കളേക്ക് ഇറങ്ങി വന്ന കൃപയും ദൈവപുത്രൻ മാതാവായി തീരുവാൻ അവൾ ഇഷ്ടപ്പെടുകയും എന്തൊരത്ഭുതം. ശാന്തതയും എളിമയും ഉള്ളവരിലല്ലാതെ ആരിൽ ഞാൻ വസിക്കും? മനുഷ്യമക്കളിൽ ഏറ്റവും എളിമയുള്ളവളെ അവൻ കടാക്ഷിക്കുകയും അവളിൽ വസിക്കുകയും ചെയ്തു. ആരംഭം മുതൽ മറിയാമിനെ പോലെ എളിമപ്പെട്ടിട്ടുള്ളവർ ആരുമില്ല, അവളെ പോലെ ഉയർത്തപ്പെട്ടിട്ടുള്ളവരും ആരുമില്ലെന്ന് സ്പഷ്ടമാകുന്നു. ദൈവപുത്ര, നിന്നെ 9 മാസം വഹിച്ചവളുടെ പ്രാർത്ഥന. ഇവിടെ നമ്മൾ വായിക്കുന്ന മറിയം ഏറ്റവും എളിമയുള്ളവളായിരുന്നു. മറിയമിനെ പോലെ എളിമപ്പെട്ടിട്ടുള്ളവർ ആരുമില്ല, അവളെ പോലെ ഉയർത്തപ്പെട്ടിട്ടുള്ളവരും ആരുമില്ല. അത് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ താഴ്ചയെക്കുറിച്ചും ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2 പറയുന്നുണ്ട്. കെനോസിസ് അവന്റെ താഴ്ചയെക്കുറിച്ച്, അവന്റെ താഴാഴ്മയെ അവൻ താണു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഏറ്റവും താഴ്ത്തപ്പെടുന്നവർ ഏറ്റവും ഉയർത്തും. തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവർ ദൈവത്താൽ ഉയർത്തപ്പെടും. ആ ഒരു പ്രശംസയ്ക്ക് ഏറ്റവും പാത്രീഭൂതമായ വ്യക്തിവിശേഷമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ തന്നെത്താൻ താഴ്ത്തി ദൈവത്താൽ ഏറ്റവും അധികം ഉയർത്തപ്പെട്ടു. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ പ്രശംസയ്ക്ക് യോഗ്യത പ്രാപിച്ചു. ആ പ്രശംസയ്ക്ക് യോഗ്യത പ്രാപിച്ച പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ഈ നോയമ്പ് കാലം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നാളെ വൈകുന്നേരം നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ടീം, നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിലുള്ള മുഴുവൻ പേരുമല്ല, കുറെ ആളുകൾ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന, തലമുറകൾ വാഴ്ത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക ലൈവ് ഉണ്ടായിരിക്കും. നാളെ വൈകുന്നേരം 7:30 ഗ്ലോറിയസ് ഗോസ്പൽ പേജിലായിരിക്കും ലൈവ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ദയവായി വരിക. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന, പെന്തക്കോസ്റ്റിൽ നിന്ന് മടങ്ങി വന്നവർ, അവരുടെ കൺഫെഷൻസ്, അവരുടെ അനുഭവങ്ങൾ, എങ്ങനെയാണ് ദൈവമാതാവിനോടുള്ള മനോഭാവം അവർക്ക് മാറിയത് എന്നൊക്കെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ, പ്രൈസ് സോങ്സ് എല്ലാം ഉണ്ട്. ആ ലൈവ് സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മയെ പുകഴ്ത്തുക എന്നുള്ളത് സകല തലമുറകളും എന്നെ വാഴ്ത്തുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ പങ്കെടുക്കുന്നതും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ അത് വാച്ച് ചെയ്യുന്നതിലൂടെ പരിശുദ്ധ മാതാവിനെ നമ്മൾ വാഴ്ത്തുന്നതും അതുപോലെ വാഴ്ത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അത് കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം നമുക്ക് അനുഗ്രഹമായി തീരും. നിശ്ചയമായിട്ടും ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ മാതാവിന്റെ കീർത്തി ലോകമെങ്ങും ഉയരുന്ന, അത് തന്നെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതാണ് സ്വർഗത്തിന്റെ പ്രമോദം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. So